ഇന്ന് നമ്മളിവിടെ ട്രിവാൻഡ്രം നെയ്ബോളിയും പായസം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്ത് ഇവിടെ സെയിൽ ചെയ്യുവാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ സാധനങ്ങൾ ഉണ്ടാക്കും, എൻ്റെ മോനും ഹസ്ബൻഡും ഒക്കെ ഇങ്ങനെ കൗണ്ടറിൽ നിന്ന് സെയിൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ നമുക്ക് സാധനം പെട്ടെന്ന് കഴിയും. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 3:45 മോൻ വിളിച്ച് പറഞ്ഞു, പായസം തീർന്നു പോയി, വാങ്ങാമെന്ന ഒരാൾ കുറച്ച് കശപിശ ഉണ്ടാക്കുന്നുണ്ട്, പെട്ടെന്ന് കൊണ്ടുവരുമെന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ റെഡിയായി വരാം, പക്ഷേ സമയം എടുക്കും, ആളുടെ അടുത്ത് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ, ഇല്ലെങ്കിൽ പൊക്കോളാൻ പറയാമെന്ന്. എന്നിട്ട് ഈ ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഇവന്മാർ ഇവിടെ നിന്ന് ചീത്ത വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. തള്ളക്ക് വിളിക്കുന്ന രീതിയിൽ ഈ കുഞ്ഞിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പായസം ഇല്ലയെന്ന് പറഞ്ഞു വിട്, നീ ചീത്ത വിളി കേട്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പം ആരാണെന്നറിയോ? അതായത് ഇവിടെ വെഞ്ഞാറുമൂട് തന്നെയുള്ള ആളാണ്. വണ്ടി അയാളുടെ സ്കോർപ്പിയോയുടെ വണ്ടിയുടെ നമ്പർ KL01BZ 2003. പിന്നീട് എന്താ സംഭവിച്ചത്? ഞാൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും ആ സ്കോർപ്പിയോക്ക് തിരിപ്പുണ്ട്. അപ്പോൾ ഇവർ എൻ്റെ കുഞ്ഞിനെ ചീത്ത വിളിക്കുന്ന മൊത്തം ഞാൻ ഫോണിൽ കേട്ടോണ്ട് വരികയല്ലേ. ഞാൻ വണ്ടി കൊണ്ട് നിർത്തി ഉടനെ ഇറങ്ങി വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല മര്യാദയുണ്ടോ? ഒരു പൊടി കൊച്ചിൻ്റെ മുഖത്തേക്ക് ഇമാതിരി ചീത്ത വിളിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അന്തസ്സുണ്ടോ? ഈ പായസം ഇല്ലയെന്ന് പറഞ്ഞതിനാണോ ഇത്രയും ചീത്ത വിളിക്കുന്നത്? അതിനുശേഷമായിരുന്നു ചീത്ത വിളിക്കുന്നത്. അപ്പം നീയൊക്കെ വിൽക്കാനാണിരിക്കണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ നീ തരണം എന്നാണ് എന്നോട് പറഞ്ഞത്. നീ വിൽക്കാനല്ലേ ഈ റോട്ടിൽ കയറി ഇരിക്കണത്. അപ്പം അതിനുശേഷം എന്താ സംഭവിച്ചത്? ഞാൻ എന്നോട് ആ ഒരു അശ്ലീലത്തിലാണ് പറഞ്ഞത്. അതായത് നീ കൊടുക്കാനാണ് റോട്ടിൽ ഇരിക്കണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ നീ തരണം എന്ന്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറയും, നിൻ്റെ വീട്ടിലുള്ളവരെ പോലെയല്ല ബാക്കിയുള്ളവർ, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെടുന്നത്, കൂടുതൽ സംസാരിച്ച പോലീസിനെ വിളിക്കേണ്ടി വരും, നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ വണ്ടി എടുത്തുകൊണ്ട് പോയി തരാടി മറ്റേ മോളെന്ന് വിളിച്ച് ബാക്ക് എടുത്ത് വണ്ടി ഈ കൊച്ചി ഇതിനകത്ത് നിൽക്കുമ്പോഴാണ് ഈ സ്കോർപ്പിയോ ബാക്ക് എടുത്ത് ഇടിച്ച് തള്ളിയിട്ടാണ് പോയത്. ആ കസേര ബാക്കിലോട്ട് ഒടിഞ്ഞ് വീണുകൊണ്ടാണ് ഈ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്.